നമ്മളുടെ കർഷക സുഹൃത്തുക്കൾ പലരും യൂട്യൂബിൽ കമൻറ്റ് സെക്ഷനിൽ നമ്മുടെ ഓരോ മെഷീൻസിൻ്റെ വീഡിയോസിലും പലപ്പോഴായി കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു കമൻറ്റാണ് ഈ മെഷീൻസിൻ്റെ വില എന്താണ്, ഇത് എവിടെയാണ് മെഷീൻ കിട്ടുക എന്നുള്ള രീതിയിലുള്ള കമൻറ്റ്സ്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്കായി എത്തിക്കുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഗ്രി വിത്ത് വർമ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറഞ്ഞത് നമ്മുടെ VSTയുടെ മെഷീൻസ് ആണെങ്കിലും ഹസ്ക്വയറിൻ്റെ മെഷീൻസ് ആണെങ്കിലും ഇതെല്ലാം നിങ്ങൾക്ക് തൊട്ടടുത്ത് എവിടെയാണ് ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഡീലർ ആരാണ്, ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ത് വരും, അതേപോലെ തന്നെ ഈ മെഷീൻസിൻ്റെ ഫോട്ടോസ്, കാര്യങ്ങൾ, ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ SMAM സ്മാം പദ്ധതി, അതായത് ഒരു 50% സബ്സിഡി ഒക്കെ കിട്ടുന്ന ഒരു പദ്ധതിയുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്ത ഒരു വെബ്സൈറ്റും ഉണ്ട്. ഈ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് മെഷീൻസിൻ്റെ വില എന്താണ്, നിങ്ങൾ തൊട്ടടുത്തുള്ള ഡീലർ ആരാണ്, ഇതെങ്ങനെയാണ്, അവിടേക്കുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ്, അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് അധികം ലേറ്റ് ആക്കേണ്ട വീഡിയോയിലേക്ക് പോവാം. നമ്മൾ agrimachinery.nic.in എന്ന് പേരുള്ള സ്മാം പദ്ധതിയുടെ SMAM പദ്ധതിയുടെ വെബ്സൈറ്റിലേക്കാണ് ലോഗിൻ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ലോഗിൻ ലെവലിൽ കയറിയാലും മതി. അതുകൊണ്ട് നമുക്ക് nic.in ലോഗിൻ എന്ന് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്ന സെലക്ട് ലോഗിൻ ലെവൽ എന്നുള്ളൊരു ഓപ്ഷൻ വരും. കണ്ടോ, സെലക്ട് ലോഗിൻ ലെവൽ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ മറ്റൊരു ഇൻ്റർഫേസിലേക്കാണ് പോവുക. അത് സ്മാം പദ്ധതിയുടെ ഇൻ്റർഫേസ് ആണ്. ഈ ഇൻ്റർഫേസിൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള മാനുഫാക്ചർ, ഡീലർ എന്നുള്ള ഓപ്ഷനൊക്കെ കാണിക്കും. നമുക്ക് ഈ ഭാഗമല്ല വേണ്ടത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള സിറ്റിസൺ കോർണർ എന്നൊരു ഹോം കഴിഞ്ഞ അടുത്ത സിറ്റിസൺ കോർണർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നോ യുവർ മാനുഫാക്ചർ, ഡീലർഷിപ്പ് ഡീറ്റെയിൽസ് വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. ഇതിൽ നമുക്ക് ഫസ്റ്റ് കൊടുത്തേക്കുന്ന ഇംപ്ലിമെൻറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ഇംപ്ലിമെൻറ്റ്സ് നമ്മൾ നിലവിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രയേഴ്സ്, ബ്രഷ് കട്ടർ, അതേപോലെ പവർ വീഡർ, ട്രാക്ടേഴ്സ്, ടില്ലേഴ്സ്, അങ്ങനെ ഒരുപാട് മെഷീൻസ് ഇതിൽ വരുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു 5 HP എബോവ് പവർ വീഡർ സെലക്ട് ചെയ്യാം. 5 HP എബോവ് പവർ വീഡർ സെലക്ട് ചെയ്യാം. ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. കാരണം ഇതിൻ്റെ എമൗണ്ടിലും മറ്റു കാര്യങ്ങളും പല രീതിയിലുള്ള സ്കാംസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ നമ്മൾ അറിഞ്ഞിട്ട് പോവുക, പറ്റിക്കപ്പെടാതിരിക്കുക. അപ്പോൾ 5 HP എബോവ് കാറ്റഗറിയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, 5 HP എൻജിൻ ഓപ്പറേറ്റഡ് 5 HP എബോവ് പവർ വീഡർ, ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട ഓപ്ഷൻ. ഓപ്ഷൻസ് കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ മെഷീൻ മാറിപ്പോവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് നമ്മൾ തൽക്കാലം ആലപ്പുഴ എടുക്കുന്നുണ്ട്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ നിലവിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് കൊടുക്കുന്നത്. ആലപ്പുഴയിൽ സെർച്ച് ഫോർ ഡീലേഴ്സ് ഉള്ള ഓപ്ഷൻ നീല കൊടുക്കുക. അപ്പോൾ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ അവൈലബിൾ ആയിട്ടുള്ള മെഷീൻസ് ഗവൺമെൻറ്റിൻ്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ഡീലർമാരെയും കിട്ടും. നമ്മൾ ഹരിത അഗ്രോടെക് നമ്മുടെ സ്വന്തം ഓഫീസാണ്. ഹരിതയുടെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കാം. ഹരിതയുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കാരണം എൻ്റെ ഓഫീസാണ്, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഹരിത കൊടുത്തത്. നിങ്ങൾക്ക് ഏതാണോ തൊട്ടടുത്തുള്ള ഡീലർ അവരെ സെലക്ട് ചെയ്യാം. അവരുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെഷീൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വെയിറ്റ് എത്ര വരും, അതിൻ്റെ വാറൻറ്റി ഡീറ്റെയിൽസ് എല്ലാം അടങ്ങുന്ന ഒരു പോർട്ടലാണിത്. ഈ പോർട്ടലിൽ തന്നെ വ്യൂ പ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്നതാണ്. നിലവിലെ മാർക്കറ്റിൽ കുറേ അൺബ്രാൻഡഡ് ആയിട്ടുള്ള ചാത്തൻ മെഷീൻസ് അവൈലബിൾ ആണ്. ദൈവത്തോർത്ത് അതുപോലുള്ള മെഷീൻസ് വിലക്കുറവിൻ്റെ ആകർഷകതയിൽ പോയി വാങ്ങരുത്. വിലക്കുറവാണെന്ന് വിചാരിച്ച് നമ്മൾ പോയി വാങ്ങുന്ന ഓരോ മെഷീൻസിനും ചിലപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഡീലർഷിപ്പോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻഷിപ്പോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കത് കൊറിയർ വഴി വരുന്നു, നിങ്ങളത് അസംബിൾ ചെയ്ത് ഉപയോഗിക്കുന്നു. നാളത്തെ അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല. ഇതിലുള്ള അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലക്കുറവിൽ നിങ്ങൾ വാങ്ങുന്ന മെഷീൻസിന് പ്രോപ്പറായിട്ടുള്ള സർവീസോ സ്പെയർ പാർട്സോ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. നിങ്ങൾ ചെയ്യുന്ന ഈ മണ്ടത്തരം കാരണം നിങ്ങളുടെ 45,000-50,000 രൂപ വെറുതെ നഷ്ടപ്പെടുകയാണ്. ദയവ് ചെയ്ത് ഇതുപോലുള്ള വെബ്സൈറ്റുകളിലൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ വാങ്ങാൻ പോകുന്ന മെഷീൻസിൻ്റെ വില മനസ്സിലാക്കുക. വെബ്സൈറ്റുകൾ യൂസ് ചെയ്യാൻ പറയുമ്പോൾ ഗവൺമെൻറ് ഓതറൈസ്ഡ് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ കമ്പനി ഓതറൈസ്ഡ് വെബ്സൈറ്റുകൾ മാത്രം ഉപയോഗിക്കുക. എനിക്കും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ എനിക്ക് ഇത്ര രൂപയാണ് മെഷീൻ കിട്ടിയതെന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയ്ക്കായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പം ഞാനൊരു മെഷീൻ വാങ്ങി 50,000 രൂപയായി എന്ന് പറഞ്ഞിടുമ്പോൾ നാളെ ആ മെഷീൻ്റെ വില ചിലപ്പോൾ 1 ലക്ഷം അല്ലെങ്കിൽ 70,000-60,000 രൂപയായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് അപ്ഡേറ്റ് ചെയ്തോളണം എന്ന് നിർബന്ധമില്ല. സോ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കമ്പനികളുടെ ഒഫീഷ്യൽ പോർട്ടൽ വഴി നിങ്ങൾ വിലയും വിവരങ്ങളും അന്വേഷിക്കുക.
മെഷീൻസിൻ്റെ ഡീലർമാർ അടുത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ള ഒരു ധാരണ വരുത്തുക. അഗ്രികൾച്ചർ മെഷീനറീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി അതിനുതകുന്ന മെഷീൻ ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമാകുന്ന കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് ഇനിയും ഞങ്ങൾ വരും. നന്ദി.